ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ബീഫ് ഒരാഴ്ചയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതാ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ബീഫ്, 5 ചെറിയ ഉള്ളി, 2 തക്കാളി, പച്ചമുളക് 4 എണ്ണം, പിന്നെ സവാള 2 മീഡിയം സൈസ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 4 പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായത്. അതിൽ നിന്ന് 2 ഇട്ടിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി 1 തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളിയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായത്. ഇനി ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഗരം മസാല എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്ത ഗരം മസാലയ്ക്ക് ടേസ്റ്റ് കൂടുതലാണ്, അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ 2 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഉപയോഗിച്ചത്. ഇനി ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. ഇതുപോലെ കൈകൊണ്ട് നന്നായി തിരുമ്മി എടുത്താൽ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലും പച്ചമുളകിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് നമ്മളെ ബീഫ് കറിക്ക് വരിക. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ടാണ് വേവ്. തുടക്കത്തിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിച്ചത്. ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ടു. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു സവാളയാണ്. അപ്പോൾ ഇത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ സവാള മതി നമുക്കിതിലേക്ക്. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ബീഫിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ സവാളക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇട്ട സവാളയും മസാലയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിലിട്ട് നല്ല ഇതുപോലെ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വറ്റി നല്ല ഡ്രൈ ആയ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 20 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ടാവും എനിക്ക് ഈ ഒരു സ്റ്റേജിലെത്താൻ. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഫ്ലെയിം കൂട്ടിയാൽ നമ്മളിട്ട് സവാളയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കുക. അപ്പോൾ ഇതിൽ ഓയിൽ കുറഞ്ഞെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഈ ഒരു സമയത്ത് ഞാനിതാ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്നുകൂടെ കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഒരാഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. പിന്നെ ഞാൻ ബീഫ് കൊണ്ട് ഒരു അച്ചാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. ബീഫ് അച്ചാറുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും നമുക്ക് വേണ്ട. നമ്മൾക്ക് ഒരുപാട് നാളുകൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.